ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം പാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണം സുന്ദരകാന്ഡം പഞ്ചദശ സർഗഃ. ഹനുമാൻ സീതാദേവിയെ കാണുന്നു. സ വീക്ഷമാണസ്തത്രസ്ഥോ മാർഗമാണശ്ച മൈഥിലിം അവേഷമാണശ്ച മഹിം സർവാം താം അന്വൈക്ഷത. ഹനുമാൻ ശിംശുഭാവൃക്ഷത്തിലിരുന്ന് താഴെ എല്ലാ സ്ഥലത്തും മൈഥിലിയെ തിരഞ്ഞുകൊണ്ടിരുന്നു. അശോകവനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ പതിഞ്ഞു. സന്താനകലതാഭിശ്ചാപാദഭേരുപശോഭിതാം ദിവ്യഗന്ധരസോപേതാം സർവതഃ സമലം കൃതാം താം സ നന്ദനസംഘാശാം മൃഗഭക്ഷിഭിരാവൃതാം ഹർണ്യപ്രാസാദസംബോധാം കോകിലാകുലനിസ്വനാം കാഞ്ചനോൽപലപദ്മാഭിർ വാബീഭീരുപശോഭിതാം ബഹ്വാസനകുതോപേതാം ബഹുഭൂമേ ഗ്രഹായുധാം സർവർത്തൂ കുസുമേ രമ്യാം ഫലവദ്ഭിശ്ചപാദവൈഃ പുഷ്പിതാനാം അശോകാനാം ശ്രിയാ സൂര്യോദയപ്രഭാം പ്രദീപ്താമിവ തത്രസ്ഥോ മാരുതി സമുദേക്ഷത നിഷ്പത്രശാഖാം വിഹഗേ ക്രിയമാണാമിവ സകൃത് വിനിഷ്പദദ്ഭി ശതശ്ചിത്രേ പുഷ്പാവദംസകേ ആമൂലപുഷ്പനിബിധേ ആമൂലപുഷ്പനിജിതേ അശോകേ ശോകനാശാനേ പുഷ്പഭാരാദിഭാരൈശ്ച പ്രസദ്ഭിരിവ മേദിനിം കർണികാരേ കുസുമിതേ കിംസുഖൈശ്ച സുപുഷ്പിതൈഃ. അശോകവനത്തിൻ്റെ പ്രകൃതി ഭംഗി ഏതാനും ശ്ലോകത്തിൽ ഇവിടെ വർണ്ണിച്ചിരിക്കുകയാണ്. ഹനുമാൻ ആ വൃക്ഷത്തിലിരുന്നു കൊണ്ട് അശോകവനം നന്നായിട്ട് നോക്കിക്കണ്ടു. നന്ദനോദ്യാന സദൃശമായ അശോകോദ്യാനം, കൽപ്പകലതകൾ, വൃക്ഷങ്ങൾ എന്നിവയാൽ പരിശോഭിച്ച് ഭംഗിയായി അലങ്കരിക്കപ്പെട്ട അവിടെ നിന്ന് പുഷ്പങ്ങളുടെ സൗരഭ്യം നാലുപാടും വ്യാപിച്ചിരുന്നു. നിറയെ പക്ഷിമൃഗാദികൾ, മണിമാളികകൾ എന്നിവ കുയിലുകളുടെ പഞ്ചമഗാനം, സ്വർണത്താമരകളും നീലോത്പലങ്ങളും, വിരിഞ്ഞു നിൽക്കുന്ന സുന്ദരവാപികൾ, അവിടെവിടെ പരവതാനി വിരിച്ച നിലത്ത് സജ്ജീകരിച്ചിട്ടുള്ള പലതരം ഇരിപ്പിടങ്ങൾ, പുഷ്പബല സമൃദ്ധങ്ങളായ വൃക്ഷങ്ങൾ, അടിതൊട്ട് മുടി വരെ പൂക്കൾ നിറഞ്ഞ് നിലം തൊടുമാറ് ചാഞ്ഞുകിടക്കുന്ന ശോകമില്ലാതാക്കുന്ന അശോകവൃക്ഷങ്ങൾ, പൂത്തുനിൽക്കുന്ന ചെറുകൊന്നകൾ, പലാശങ്ങൾ, സൂര്യോദയകാന്തി ചേർന്ന പൂത്തുനിൽക്കുന്ന അശോകങ്ങൾ, ഇടയ്ക്കിടെ കൂട്ടത്തോടെ പറക്കുന്ന പക്ഷികളാൽ ഇലയില്ലാത്തവ എന്ന് തോന്നിക്കുന്ന കൊമ്പുകളോടുകൂടിയവയും വിചിത്ര പുഷ്പാഭരണങ്ങളാൽ ജ്വലിക്കുന്ന പോലുള്ളവയുമായ വൃക്ഷങ്ങൾ, ഇവയെല്ലാം ഹനുമാനെ അത്യധികം ആകർഷിച്ചു. സദേശപ്രഭയാ തേഷാം പ്രദീപ്ത ഇവ സർവദാ പുന്നാകാസപ്തവർണാശ്ച ചമ്പകോതാലകാസ്തദാ വിവൃദ്ധമൂലാ ബഹവഃ ശോഭന്തേ സ്മ സുപുഷ്പിതാഃ. ഭംഗിയിൽ പൂത്തുനിൽക്കുന്നവയും നിറയെ ശാഖോപശാഖകളോടുകൂടിയവയുമായ ഏഴിലമ്പാല, പൂത്ത ചമ്പകം, നറുവരി എന്നിവയുടെ പ്രഭയാൽ ആ പ്രദേശം മുഴുവൻ ജ്വലിക്കുന്നത് പോലെ തോന്നിയിരുന്നു. ശാതകുപനിഭാഗേജിദ്ഗേജിദഗ്നിശിഖോപമ നീലാഞ്ജന നിഭാഗേജി തത്രാശോകസഹസ്രശ. സ്വർണം പോലെയുള്ള, അഗ്നിജ്വാല പോലെയുള്ള, നീലാഞ്ജനം പോലെയുള്ള പൂക്കളോടുകൂടിയ ആയിരക്കണക്കായ അശോകവൃക്ഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പല നിറത്തിലും തരത്തിലുമുള്ള പൂക്കളോടുകൂടിയ അശോകങ്ങൾ നിറഞ്ഞതാണ് അശോകവനം. ഈ പുഷ്പങ്ങളുടെ ദർശനം കൊണ്ട് ദുഃഖങ്ങൾ മറന്ന് ആനന്ദം നൽകുന്ന സ്ഥലമായതുകൊണ്ടാണ് രാവണൻ സീതാദേവിയെ അവിടെ കുടിയിരുത്തിയത് എന്ന് പറയാം. നന്ദനം വിവിധോദ്യാനം ചിത്രം ചൈത്രരഥം യഥാ അതിവൃത്തമിവാചിന്യം ദിവ്യം രമ്യം ശ്രിയാവൃതം. പലതരം പൂക്കളുള്ള ചെറുതരം ഉദ്യാനങ്ങൾ ചേർന്ന അശോകവനം ഇന്ദ്രൻ്റെ നന്ദനോദ്യാനം പോലെ, കുബേരൻ്റെ ചൈത്രരഥമെന്ന ഉദ്യാനം പോലെ മനോഹരമായിരുന്നു. അത് ദിവ്യവും ഐശ്വര്യപൂർണവും സർവശ്രേഷ്ഠവും അചിന്ത്യവും ആയിരുന്നു. ദിദീവമിവചാകാശം പുഷ്പജ്യോതിർഗണായുധം പുഷ്പരത്നശതീശ്ചിത്രം പഞ്ചമം സാഗരം യഥാ. അത് പുഷ്പങ്ങളാകുന്ന നക്ഷത്രങ്ങളോടുകൂടിയ രണ്ടാമതൊരാകാശം പോലെയും പൂക്കളാകുന്ന
നവരത്ന ശ്രേണിയോടുകൂടിയ വിചിത്രമായ അഞ്ചാമത്തെ ഒരു സമുദ്രം പോലെയും തോന്നിച്ചിരുന്നു. സർവർത്തു പുഷ്പേ നിജിതം പാദവേർ മധുഗന്ധിഭിः നാനാനിനാദേരുദ്യാനം രമ്യം മൃഗഗണേർദ്വിജൈः അനേകഗന്ധപ്രഭഹം പുണ്യഗന്ധം മനോരമം ശൈലേന്ദ്രം ഇവ ഗന്ധാഢ്യം ദ്വിതീയം ഗന്ധമാദനം. വർഷം മുഴുവൻ പൂക്കുന്ന പുഷ്പങ്ങളോട് കൂടിയ മധുമണം ചേർന്ന മരങ്ങൾ, മാനുകളുടെയും പക്ഷികളുടെയും ശബ്ദങ്ങൾ, വിവിധ പുഷ്പങ്ങളിൽ നിന്ന് വ്യാപിക്കുന്ന പരിമളം, ഇവയോടുകൂടി ആ ഉദ്യാനം മറ്റൊരു ഗന്ധമാദന പർവ്വതം പോലെ വിളങ്ങി. അശോകവനികായാം തോ തസ്യാമാനരപുംഗവ സ ദദർശാവിദൂരസ്ഥം ചൈത്രപ്രാസാദമുശ്രിതം മധ്യേ സ്തംഭസഹസ്രേണ സ്ഥിതം കൈലാസപാണ്ഡുരം പ്രവാളകൃതസോപാനം തപ്തകാഞ്ചനവേദികം മുഷ്ണന്തമിവ ചക്ഷുംഷി ദ്യോതമാനമിവ ശ്രിയ വിമലം പ്രാംശുഭാവത്വാദ് ഉല്യഗന്ധമിവാംബരം. അഭിശേഷനായ ഹനുമാൻ ആ അശോകവനത്തിൽ ഉയരം കൊണ്ട് ആകാശസ്പർശി എന്ന് തോന്നുമാറുള്ള ഒരു ദേവാലയം കണ്ടു. 1000 തൂണുകളുള്ളതും കൈലാസം പോലെ വെണ്മയാർന്നതും പവിഴക്കോണിപ്പടികളോടും തങ്കത്തറകളോടും കൂടിയതും കാന്തിയാൽ കൺകവരുന്നതുമായിരുന്നു ആ ദേവാലയം. തതോ മലിനസംഭീതാം രാക്ഷസീഭീ സമാവൃതാം ഉപവാസകൃശാന്തീനാം നിശസന്ധിം പുനഃ ദദർശ ശുക്ലപക്ഷാദോ ചന്ദ്രരേഖാമിവാമലാം മന്ദം പ്രഖ്യായമാനേന രൂപേണ രുചിരപ്രഭാം പിനദ്ദാം ധൂമജാലേന ശിഖാമിവ വിഭാവസോഃ പീതേനൈകേന സംഭീതാം കൃഷ്ണേനോത്തമവാസസ സപങ്കാമനലങ്കാരാം വിബദ്ധ്വാമിവ പത്മിനിം ക്രീഡിതാം ദുഃഖസന്തപ്താം പരിമളാനാം തപസ്സിനിം ഗ്രഹേണാങ്കാരഗേണേവ പീഡിതാമിവ രോഹിണീം അശ്രുപൂർണമുഖിം ദീനാം കുശാ മനശനേന ച കൃശാം അനശനേന ച ശോകധ്യാനപരാം ദീനാം നിത്യം ദുഃഖപരായണാം പ്രിയം ജനം അപശ്യന്തിം പശ്യന്തിം രാക്ഷസീഗണം സ്വഗണേന മൃഗീം ഹീനാം സ്വഗണാഭിവൃതാമിവ നീലനാഗാഭയാവേന്യ ജഗനം ഗതയൈകയാ നീലയാ നീരതാപായേ വനരാജ്യമഹീമിവ സുഗാർഹാം ദുഃഖസന്തപ്താം ദശനാനാം അഗോപിതാം താം ദദർശ വിശാലാക്ഷിം അധികം മലിനാം കൃശാം. ഹനുമാൻ സീതാദേവിയെ കാണുന്നു. അവരുടെ രൂപവും ദുഃഖസന്തപ്തമായ അവസ്ഥയും നിരവധി അലങ്കാരങ്ങളിലൂടെ ഇവിടെ ഋഷികവി അവതരിപ്പിച്ചിരിക്കുകയാണ്. അതായത് അവിടെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഉപവാസത്താൽ കൃഷയായി സദാ നെടുവീർപ്പിട്ട് ശുക്ലപക്ഷാരംഭത്തിലെ ചന്ദ്രക്കല പോലെ കാന്തിമതിയായൊരു സ്ത്രീയെ രാക്ഷസികളുടെ മധ്യത്തിൽ ഹനുമാൻ കണ്ടു. സൂക്ഷിച്ചു നോക്കി ഊഹിച്ചെടുക്കേണ്ട രൂപസൗന്ദര്യത്തോടു കൂടിയവളും ധൂമമാമൃതമായ അഗ്നിജ്വാല പോലെ ഉലഞ്ഞ മഞ്ഞ വസ്ത്രം ധരിച്ചവളും പൊടിപുരുണ്ട ശരീരത്തിൽ അലങ്കാരങ്ങളൊന്നുമില്ലാത്തതിനാൽ താമരപ്പൂക്കളില്ലാത്ത പൊയ്ക പോലെയുള്ളവളുമായിരുന്നു ആ സ്ത്രീരത്നം. ലജ്ജാവതിയായി ദുഃഖിതയായി ഒരു തപസ്വിനിയെപ്പോലെ ഇരിക്കുന്ന അവൾ ചൊവ്വാഗ്രഹത്താൽ പീഡിതയായ രോഹിണി നക്ഷത്രം പോലെ കാണപ്പെട്ടു. ആഹാരവിഹാര നിദ്രാദികളില്ലാത്തതിനാൽ ക്ഷീണഗാത്രിയായി കണ്ണീർ നിറഞ്ഞ മുഖത്തോടെ ചിന്താധീനയായി ദുഃഖനിമഗ്നയായി ഉറ്റവരും ഉടയവരും ആശ്വസിപ്പിക്കാൻ അടുത്തില്ലാതെ രാക്ഷസീഗണ മധ്യസ്ഥയായ അവൾ നായ്ക്കളാൽ വളയപ്പെട്ട മാൻപേടകയെപ്പോലെ ഭീതയും സംഭ്രാന്തയും ആയിരുന്നു. കൃഷ്ണതർപ്പം പോലെ പിന്നിൽ ഒറ്റയായി മടഞ്ഞിട്ടിരുന്ന മുടിയോടുകൂടിയ ഏകവേണി. വിരഹിണികളായ സ്ത്രീകൾ മുടി പിന്നിക്കെട്ടുന്ന രീതിയാണ് ഇത്. അവൾ ശരൽക്കാലത്ത് ശ്യാമവന നിരയാൽ ഭൂമിയെപ്പോലെ സുഖാർഹയായി ദുഃഖത്താൽ വാടി വരണ്ടവളായി ദുഃഖം നൽകുന്ന ക്ലേശങ്ങൾ എന്തെന്നറിയാത്തവളായി തോന്നിച്ചിരുന്നു. കൃഷയും മലിനഗാത്രിയുമായ വിശാലാക്ഷിയെ ഹനുമാൻ കൺനിറയെ കണ്ടു. ക്രിയമാണാ തഥാ തേന രക്ഷസാ കാമരൂപിണ യഥാരൂപാ ഹി ദൃഷ്ടാ വൈ തഥാ രൂപേയമംഗന. കാമരൂപിയായ രാവണരാക്ഷസൻ അന്ന് അപഹരിച്ചു കൊണ്ടുവരുമ്പോൾ ഉണ്ടായിരുന്ന അതേ രൂപം തന്നെയാണ് സ്ത്രീരത്നമായി ഇവക്ക് ഇന്നുമുള്ളത്. ഈ ദൈന്യാവസ്ഥ കാണുമ്പോൾ സീതയാണെന്ന് നിർണയിക്കാൻ വിഷമമുണ്ട്. എങ്കിലും രാമൻ വിവരിച്ചു കൊടുത്ത സീതാദേവിയുടെ ചിത്രം മനസ്സിലുള്ള ഹനുമാന് അവരെ തിരിച്ചറിയാൻ ഒരു വിഷമവും ഉണ്ടായില്ല.
അധ്യാത്മരാമായണത്തിലെ ഹനുമാൻ സീതയെ തിരയുന്നതും ഒടുവിൽ അശോകവനികയിൽ എത്തിച്ചേരുന്നതുമായ ഭാഗം അല്പം വ്യത്യാസപ്പെട്ട രീതിയിലാണ് വിവരിച്ചിരിക്കുന്നത്. ഇവിടെ അധികം വിസ്തരിച്ചിട്ടില്ല. നമുക്കൊന്ന് നോക്കാം. തതനുകവികുലപതി കടന്നിതോ ലങ്കയിൽ, താനതി സൂക്ഷ്മ ശരീരനായ രാത്രിയിൽ, ഉദിതരവി കിരണരുചി പൂണ്ടോരു ലങ്കയിൽ, ഒക്കെ തിരഞ്ഞാൻ ഒരേട മൊഴിയാതെ, ദശവദനമണി നിലയമായിരിക്കും മമ ദേവീയിരിപ്പേടമെന്നോർത്തു മാരുതി, കനകമണി നികര വിരചിതപുരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്ക ഭജനമോർത്തിടിനാൻ. അതായത് ലങ്കാലക്ഷ്മി നിർദ്ദേശിച്ചതനുസരിച്ച് ഹനുമാൻ പിന്നെയും പലയിടത്തും സീതയെ തരികയാണ്. കനകമണി രചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീളെ നോക്കും വിധോ, കുസുമജയ സുരഭിയൊടു ഭവന അതിഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ, ഉപവനവും ഒരു തരതരുപ്രവരങ്ങളും ഉന്നതമായുള്ള ശിംശഭാവൃക്ഷവും അതിനികടമഖില ജഗദീശ്വരി തന്നെയും ആശുകനാശു കാട്ടിക്കൊടുത്തിടിനാൻ. പുഷ്പസൗരഭ്യത്തിൻ്റെ അകമ്പടിയോടെ വന്ന് വായു വളരെ ഗൂഢമായി പുത്രനെ കൂട്ടിക്കൊണ്ടുപോയി അശോകവനിക കാണിച്ചു കൊടുക്കുന്നു. ആ പുത്രവാത്സല്യം അതീവ ഹൃദ്യമായിരിക്കുന്നു. സീതാദേവിയുടെ രൂപവും വേഷവും വർണ്ണിച്ചിരിക്കുന്നത് നോക്കുക. മലിനതരജിഗുരവസനം പൂണ്ടു ദീനയായി മൈഥിലി താൻ കൃശഗാത്രിയായി എത്രയും, ഭയവിവശമവനിയിൽ ഉരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നിനച്ചു നിനച്ചലം, നയനജലമനവരതമൊഴുകി ഒഴുകിപ്പതി നാമത്തെ രാമരാമേതി ജപിക്കയും, നിശിചരികൾ നടുവിലഴലൊടുമരും ഈശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടു മാരുതി, വിടവിവര ശിരസി നിവിടച്ചതാന്തർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നേടിനാൻ. ദേവിയെ കണ്ട നിമിഷം ഹനുമാന്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്ന വാക്കുകളാണ് അടുത്ത വരികളിൽ വരുന്നത്. കമലമകൾ അഖില ജഗദീശ്വരി തന്നുടൽ കണ്ടേൻ കൃതാർത്ഥോസ്മ്യഹം കൃതാർത്ഥോസ്മ്യഹം, ദിവസകര കുലപതി രഘോത്തമൻ കാര്യവും ദീനത എന്നിയെ സാധിച്ചതെന്നു ഞാൻ. ബാക്കി ഭാഗങ്ങൾ നമുക്ക് നാളെ നോക്കാം. ഹനുമാന്റെ ഇതിൽ പല ഒരു ചാരിതാർത്ഥ്യമുണ്ടോ ഈ വാക്കുകളിൽ? എത്ര നല്ല രീതിയിലാണ് എഴുത്തച്ഛമ്മയുടെ അധ്യാത്മിക കിളിപ്പാട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ബാക്കി ഭാഗങ്ങൾ നമുക്ക് നാളെ. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.